അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അമ്മയെ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. മിസ്യ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്യ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയവരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്യോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷനറിമാരെ ഒരുക്കുവാൻ മിസ്യോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Start. ഒരു നാളും പിരിയാതെ പുൽകി തഴുകുന്ന പരമപിതാവിന്റെ അനന്ത സ്നേഹം, പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത ചഞ്ചല സ്നേഹധാര, മരുഭൂവിൽ ചൂടേറ്റു വാടിയിടും നേരത്ത് തണലേകും മേഘമായി മാറും സ്നേഹം, മാടി വിളിച്ചെന്നെ മാറോടു ചേർത്തെന്നും കുളിർധാരയേകുന്ന ദൈവസ്നേഹം, മാറായിലെ ജലം മധുരമായി തീർത്ത നീ മഞ്ഞയും കാടയും പൊഴിച്ചു നൽകി, മറുതലിക്കുമ്പോഴും പിറുപിറുക്കുമ്പോഴും തഴുകി തലോടുന്ന ദിവ്യ സ്നേഹം, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെൻ സ്നേഹബലം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ആത്മാവിലാഴുന്ന ദൈവസ്നേഹം, ഒരു നാളും പിരിയാതെ പുൽകി തഴുകുന്ന പരമപിതാവിന്റെ അനന്ത സ്നേഹം, പെറ്റമ്മ മറന്നാലും ലോകം വെറുത്താലും പിരിയാത്ത ചഞ്ചല സ്നേഹധാര. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 54-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ദൈവത്തിനു സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ അചഞ്ചലമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു.
അങ്ങയുടെ കൃപയും കരുണയും എന്നും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങൾക്ക് അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ ജീവിതം വഴി അനേകർ അങ്ങയെ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാക്കണമേ. അതിനായി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹവും മനസ്സിൽ ജ്ഞാനവും ശരീരത്തിന് ശക്തിയും നൽകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അങ്ങേ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഒരുമിപ്പിച്ച് ഈ മിസിയോ കൂട്ടായ്മയിലാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിസിയോ കൂട്ടായ്മയുടെ 18ാമത്തെ ബാച്ചിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മിസിയോ കോഴ്സിന്റെ രക്ഷാധികാരിയെയും ആനിമേറ്റർ, കോർഡിനേറ്റേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ്, മെന്റേഴ്സ് എല്ലാവരെയും ദൈവസ്നേഹത്തിൽ നിറച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഇന്നിവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന കുടുംബത്തെയും ഇന്ന് ഓൺലൈൻ പ്രോഗ്രാം നടത്തുന്ന എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും ദിശാബോധവും മനസ്സിലാക്കി തരുവാൻ പ്രവർത്തിക്കുന്ന മിസിയോ ഗ്രൂപ്പ് അതിന്റെ 18ാം ബാച്ച് ഈ സായം സന്ധ്യയിൽ ഒന്നാം നിത്യസത്യമായ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാനും ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്യുന്ന ദിവ്യ മണിക്കൂറാണിത്. അതിന് ആരംഭം കുറിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടത്തിയ കുടുംബത്തിനും വളരെ നന്ദി. ദൈവനാമത്തിന്റെ ഈരടികൾ ആലപിച്ച് നമ്മെ സ്നേഹത്തിന്റെ നിർവൃതിയിലേക്ക് കൊണ്ടുപോയ, നമുക്കായി പകർന്നു തരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത ത്രേസ്യാമ്മ ചേച്ചിയെയും കുടുംബത്തെയും എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ ബലികളും ധൂപങ്ങളും അർപ്പിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും നിറസാന്നിധ്യമായി നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ ആത്മീയ പിതാവും അവനെ വളരെ സ്നേഹാദരവങ്ങളോടെ സ്വാഗതത്തിന്റെ മുൻപിൽ സാക്ഷ്യം വഹിച്ച് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സമാപന സന്ദേശം നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റെവറൻഡ് ഫാദർ മാത്യു പുതിയാത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഞാൻ അനുഭവിച്ച ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു തരുവാനും സുവിശേഷ പ്രഘോഷണത്തിന് നമ്മെ ഒരുക്കുവാനുമായി ഈ മിസിയോ ഗ്രൂപ്പ് സ്ഥാപിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളിൽ ഹൃദയപൂർവ്വം പങ്കാളിയാവുകയും ചെയ്യുന്ന നമുക്കേവർക്കും പ്രിയപ്പെട്ട ആലീസ് കുട്ടി ആന്റിയെയും ടോമിച്ചൻ ചേട്ടനെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ അതിൽ നിന്ന് വരുന്നത് നന്ദിയും സ്തുതിയും ആരാധനയുമായിരിക്കും. നമ്മെ അതിനായി ഒരുക്കുന്ന മിസിയോ ഗ്രൂപ്പ് ഇന്ന് ഒന്നാം നിത്യസത്യം മനസ്സിലാക്കുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും അവസ്തമിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പ്രൊക്ലമേഷൻ നടത്തുന്നതിനായി മിനി ജോഷിയെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണ്. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ യാതൊരു വ്യവസ്ഥകളുമില്ലാതെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹം നാം ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്നും അത് പങ്കുവെച്ച് ദൈവ കുടുംബമായി ദൈവരാജ്യമായി ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ജെറമ്യ 31:3 വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും.
വീണ്ടും നാം കാണുന്നു യെശയ്യാ 54:10. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അഗാധമായി സ്നേഹിക്കുന്നു. കൂടെ നടന്ന് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന് അതിരുകളില്ല, അളവുകളില്ല, കൂടാനോ കുറയാനോ പറ്റില്ല. പൂർണ്ണതയുള്ള സ്നേഹമാണ്. ഉൽപ്പത്തി പുസ്തകം 1:26 നാം കാണുന്നു, ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സകല സൗഭാഗ്യങ്ങളോടും സകല സ്വാതന്ത്ര്യത്തോടും അധികാരത്തോടും കൂടെ പറുദീസയിലാക്കുന്നു. ദൈവത്തോടൊത്തുള്ള മനോഹരമായ ജീവിതം. എന്നാൽ നമ്മുടെ ആദിമാതാപിതാക്കന്മാർ ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ച് സാത്താന്റെ വാക്ക് കേട്ട് ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അവർ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അവരെ പുറത്താക്കിയതും ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. പാപം ചെയ്ത ഈ അവസ്ഥയിൽ അവർ നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടെ ഭക്ഷിച്ച് അവർ അമർത്തത പുലുകാതിരിക്കാനാണ് ദൈവം അവരെ പറുദീസയിൽ നിന്ന് പുറത്താക്കിയത്. പിന്നീട് അങ്ങോട്ട് നാം കാണുന്നത് എല്ലാം ദൈവത്തിന്റെ പിന്തുടർന്നുള്ള സ്നേഹമാണ്. പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത് അബ്രാഹത്തെ വിളിച്ച് വേർതിരിച്ച് വിശ്വാസികളുടെ പിതാവാക്കുന്ന ദൈവസ്നേഹം. 100-ാം വയസ്സിൽ അബ്രാഹത്തിന് തന്റെ വാഗ്ദത്ത പുത്രനായ ഇസഹാക്കിനെ നൽകുന്ന ദൈവത്തിന്റെ സ്നേഹം. സാറായുടെ ദാസിയായ ഹാഗാറിനെ മരുഭൂമിയിൽ സംരക്ഷിച്ച ദൈവസ്നേഹം. യാക്കോബിനോട് രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തി യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ദൈവസ്നേഹം. സഹോദരന്മാർ തള്ളിക്കളഞ്ഞ പൂർവ്വ ജോസഫിനെ ഈജിപ്തിന്റെ അധിപനാക്കുന്ന ദൈവസ്നേഹം. മോശയ്ക്ക് കുറവുകൾ ഉണ്ടായിട്ടും സംസാരിക്കാൻ തടസ്സമുണ്ടായിട്ടും മോശയെ തിരഞ്ഞെടുത്ത് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കരുതലും സ്നേഹവും. അവർക്ക് വിശന്നപ്പോൾ കാടയും മന്നയും നൽകി അവരുടെ വിശപ്പടക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി അവരെ കരുതുന്ന ദൈവത്തിന്റെ സ്നേഹം. ചെങ്കടൽ രണ്ടായി വിഭജിച്ചതും മാറായിലെ ജലം മധുരമുള്ളതാക്കി തീർത്തതുമൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനങ്ങളായിരുന്നു. നോഹയും കുടുംബത്തെയും ജലപ്രളയത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ദൈവസ്നേഹം. അതുപോലെ വെറും ഇടയച്ചെറുക്കനായിരുന്ന ദാവീദിനെ ഗോലിയാത്ത് എന്ന മല്ലനെ തോൽപ്പിക്കാൻ തക്കവിധം ദാവീദിന്റെ കവണയിൽ ഒളിഞ്ഞിരുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് നാം അവിടെ കാണുന്നത്. യെശയ്യാ 54:10 യെശയ്യാ 49:15 നാം കാണുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളെ വെറുത്താലും പെറ്റമ്മ നമ്മളെ ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ കരുതലും സ്നേഹവും ദൈവത്തിന്റെ ഉള്ളം കയ്യിലാണ് നമ്മെ ഓരോരുത്തരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തകൻ പറയുന്നു, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. പ്രിയപ്പെട്ടവരെ, തേനിന് മധുരമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെയാണ് ദൈവസ്നേഹവും. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി അനുഭവിച്ച് പങ്കുവച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പൈപ്പ് കണക്ഷനിലൂടെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. എന്നാൽ അത് അവിടെ കുറച്ച് തടസ്സം വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാപ്പിലൂടെ വെള്ളം ലഭിക്കില്ല. ഇതുപോലെയാണ് ദൈവസ്നേഹവും. നമ്മളിൽ നിറയുന്ന ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകപ്പെടുന്നില്ലെങ്കിൽ അവിടെ അത് തടസ്സം സൃഷ്ടിക്കും. ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് സകലതും ത്യജിച്ച വ്യക്തിത്വങ്ങളെ എനിക്ക് പരിചയപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നല്ല തണ്ണിയിലെ ഒരു വനത്തില് നമ്മുടെ മാർ ജേക്കബ് മുരിക്കൻ പിതാവ് താമസ ജീവിതം നയിക്കുന്നു. സകല സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് പിതാവ് അവിടെ ഒരു പർദീസ അനുഭവത്തിലാണ് പിതാവ് അവിടെ ജീവിക്കുന്നത്. വിഷപ്പാമ്പുകളുണ്ട്, പുലി മുതലായ മൃഗങ്ങള് എല്ലാം ചുറ്റിലും ഉണ്ടെങ്കിലും പിതാവിനെ ഒന്നും ഉപദ്രവിക്കുന്നില്ല. പർദീസയിൽ എങ്ങനെ അധികാരത്തോടു കൂടി മൃഗങ്ങളെല്ലാം ഇണങ്ങിക്കഴിഞ്ഞുവോ അതുപോലെ സിംഹക്കുട്ടിയും മാട്ടിൻകുട്ടിയും ഒരുപോലെ കഴിയുന്നത് പോലെ എല്ലാം പിതാവിനോട് ഇണങ്ങി കഴിയുന്നു. പിതാവിനെ ഒന്നും ഉപദ്രവിക്കുന്നില്ല. മാലാഖമാരാണ് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നതെന്ന് പിതാവ് ഞങ്ങളോട് പങ്കുവെച്ചു.
ആ പിതാവിന്റെ ആ ദൈവ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞുള്ള ആ താപസ ജീവിതം നമുക്കൊരു മാതൃക തന്നെയാണ്. ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂർണ്ണത്തിലച്ചൻ വനത്തിൽ താമസിക്കുന്ന 3 സഹോദരങ്ങളെ കുറിച്ച് ടോക്കിലൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മുതൽ അവരെ ഒന്ന് സന്ദർശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു. വനത്തിന്റെ നടുവില് അവര് എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് 3 സഹോദരന്മാര് 30 വർഷമായി താമസിക്കുന്നു. അവർക്ക് അവിടെ യാതൊരു സുഖസൗകര്യങ്ങളുമില്ല, കറണ്ടോ പൈപ്പ് വെള്ളമോ ഒന്നുമില്ല. പക്ഷെ അവർ ദൈവസ്നേഹത്തെ പ്രതി അവര് എല്ലാം അവരുടെ ആ ഹൃദയത്തിലെ ആനന്ദവും കണ്ണുകളിലെ തിളക്കവും ഒക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാല് ദൈവത്തിന്റെ എനിക്ക് അപ്പോൾ തോന്നിയത് ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. കാരണം ചുറ്റും ശത്രുക്കളാണ്, മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ ഈ ഒറ്റമുറി വീട്ടില് ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ സ്നേഹത്തെ പ്രതി ദൈവസ്നേഹം അനുഭവിച്ച് ജീവിക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തില് 139:16 നാം കാണുന്നു, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ടറിഞ്ഞ് സ്നേഹിച്ച സ്നേഹപിതാവായ ദൈവത്തിന്റെ സ്നേഹം എനിക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാന് ഉദാശ ജീവിതമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സഹനത്തിന്റെ തീച്ചുകളിലൂടെ എന്നെ ദൈവം കടത്തിവിട്ട് ഉരുക്കി വാർത്തെടുത്ത ഒരു സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറന്നിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോകുക എന്നൊരു സ്വരം പിന്നിൽ നിന്ന് ശ്രവിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ജഡമോഹങ്ങളിലും ഈ ലോകത്തിന്റെ അനുരൂപയായിട്ടും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ചിറ്റൂർ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോഴാണ് എന്നെ ശരിക്കും ദൈവത്തിന്റെ സ്നേഹം അന്ന് അനുഭവിച്ചറിയാൻ പറ്റി. ഒരു തുള്ളി ജലം കൊണ്ട് എന്നെ കഴുകി, തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശദീകരിച്ചു. അന്ന് ദൈവത്തിന്റെ സ്നേഹം എനിക്ക് അന്ന് ആദ്യമായിട്ട്, കൂദാശകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഉള്ള കൂദാശ ജീവിതമായിരുന്നെങ്കിലും അന്നാണ് ഞാൻ ദൈവത്തിന്റെ സ്നേഹം ആദ്യമായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞത്, 20 വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ ഈയിടെയും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മോളുടെ ഡെലിവറി സമയത്ത് അവരിവിടെ US-ലാണ്. അവര് കുഞ്ഞുണ്ടായ സമയത്ത് സിസേറിയനായിരുന്നു. സമയം കഴിഞ്ഞാണ് അവർ പുറത്തെടുത്ത കുഞ്ഞിനെ. അപ്പോൾ ശ്വാസതടസ്സം, കോട് ചുറ്റി നല്ല സീരിയസ് കണ്ടീഷനിലായിരുന്നു. ഒരാഴ്ച വെന്റിലേറ്ററിൽ കിടന്നു. അപ്പോഴൊക്കെ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റി. കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. മിറക്കിൾ ബേബിയാണെന്നാണ് ഡോക്ടേഴ്സൊക്കെ പങ്കുവച്ചത്. നിയമാവർത്തനം 4:7 നമ്മൾ കാണുന്നു, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം ഇത്ര അടുത്തുള്ള, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവത്തിന്റെ ഈ സ്നേഹം അനുഭവിച്ച് അറിയുക തന്നെ വേണം. ഇത്രയും സ്നേഹിക്കുന്ന ദൈവത്തെ നാം തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ആഴ്ചയിൽ നമുക്ക് ഈ ദൈവസ്നേഹത്തിന്, നമുക്കറിയാം, കെട്ടിക്കിടക്കുന്ന ജലം മലിനമാകുന്നത് പോലെ ഇങ്ങനെ മറ്റുള്ളവരോട് വിരോധമോ അല്ലെ ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയവും മലിനമാകും. ഈ കെട്ടിക്കിടക്കുന്ന ജലം പോലെ മലിനമാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുണ്ടോ, നമ്മുടെ തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ആഴ്ച നിന്ന് ചിന്തിക്കാം, പരിശ്രമിക്കാം. അതിനായിട്ട് ഈ ആഴ്ച നമുക്ക് ഒരുങ്ങാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവസ്നേഹം അനന്തമാണ്, പരിധികളില്ലാതെ നമ്മെ സ്നേഹിക്കുന്നു എന്ന സത്യം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ ജീവിക്കുന്ന സുവിശേഷമായ മുരിക്കൻ പിതാവിനെ അനുസ്മരിച്ചുകൊണ്ടും കൊടുങ്കാട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നുകൊണ്ടും പ്രൊക്ലമേഷൻ നടത്തിയ മിനി ജോഷിക്ക് നന്ദി. സുവിശേഷ പ്രഘോഷണം വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുള്ള വാതിലാണ്. സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ദൈവസ്നേഹം മനസ്സിലാക്കിയ സന്ദർഭങ്ങൾ പങ്കുവെക്കുന്നതിന് സിനി ജാൻസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവപിതാവിന് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ പ്രിയജനമേ, എൻ്റെ പേര് സിനി. ഞാൻ ഭർത്താവും മക്കളുമായി ടൊറന്റോ, കാനഡയിൽ താമസിക്കുന്നു. ദൈവത്തിന്റെ അളവറ്റ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മകന്റെ വിഷയത്തിൽ ഞങ്ങൾ എങ്ങനെ അനുഭവിച്ചറിഞ്ഞു എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ 43:1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും,
നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞങ്ങളുടേത് ഒരു സാധാരണ ഞായറാഴ്ച ക്രിസ്ത്യാനി കുടുംബമായിരുന്നു. വല്ലപ്പോഴും ഒരു ധ്യാനം കൂടും, കുടുംബ പ്രാർത്ഥന ചെയ്യും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. 2018-19 കാലഘട്ടങ്ങളിൽ ഞാൻ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയായി സൂം പ്രെയർ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. നിശയെക്കുറിച്ചും മറ്റുമുള്ള ബോധ്യങ്ങൾ കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങി. അങ്ങനെയിരിക്കെ 2021 ഫെബ്രുവരി 15 വലിയ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പായി ആഷ് മണ്ടയുടെ അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ തികച്ചും അപ്രതീക്ഷിതമായൊരു വലിയ സഹനം കടന്നു വന്നു. ഞങ്ങളുടെ മൂത്ത മകൻ ഡൊമിനസിന് 15 വയസ്സുള്ളപ്പോൾ ബ്രെയിൻ ബ്ലീഡിംഗ് ഒരു ഹെമറേജ് സംഭവിച്ചു. ആ നിമിഷം ഞങ്ങളുടെ ലോകം കീഴ്മേൽ മറിഞ്ഞു പോകുന്ന ഒരു അനുഭവമായിരുന്നു. യെശയ്യാ 41:10 വചനം ഇപ്രകാരം പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. തീർച്ചയായും ഈ ഒരു സഹന കാലഘട്ടത്തിൽ ഇടവക കൂട്ടായ്മകളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും, പ്രാർത്ഥനാ കൂട്ടായ്മകളും എല്ലാവരും പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിച്ചു. 2021 മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ വളരെയധികം പ്രതിസന്ധികൾ കൂടിയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ജപമാല പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും മിസിയോയിൽ വന്നതിന് ശേഷമുള്ള ആഴപ്പെട്ട വചന വായനകളും ഞങ്ങൾക്ക് ശക്തി പകർന്നു നൽകുന്നു. യെശയ്യാ 42:16 വചനം ഇപ്രകാരം പറയുന്നു: അജ്ഞാതമായ മാർഗത്തിൽ കുരുടരെ ഞാൻ നയിക്കുന്നു, അപരിചിതമായ പാതയിൽ അവരെ ഞാൻ നടത്തും. അവരുടെ മുമ്പിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, അവരെ ഉപേക്ഷിക്കുകയില്ല. മകൻ ഐസിയുലായിരുന്ന സമയത്ത് വെന്റിലേറ്റർ സപ്പോർട്ടിലായിരുന്നു. 4 തവണ ശ്രമിച്ചപ്പോഴാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനായിട്ട് കഴിഞ്ഞത്. പിന്നീട് വോക്കൽ കോഡ് പരാലിസിസ് ഉണ്ടായിരുന്നു. 2023 തൊട്ടാണ് അവൻ സംസാരിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ പോലും കഴിഞ്ഞിരുന്നില്ല. 6 മാസത്തോളം കണ്ടിന്യൂസ് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. മൂക്കുവഴിയായും പിന്നീട് വയറിൽ ട്യൂബിട്ടുമാണ് ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ കാലയളവിൽ എനിക്ക് ഭക്ഷണം വേണമെന്നോ വെള്ളം വേണമെന്നോ പറഞ്ഞ് ഈ കുഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞിട്ടേയില്ല. ഒരു ദൈവിക ശക്തി അവനെ പൊതിയുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. 2023 തൊട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ആദ്യകാലങ്ങളിൽ അവന് നടക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. വീൽ ചെയർ, വാക്കർ, കെയിന് എല്ലാം ഉപയോഗിച്ചു. ഇപ്പോൾ 100% ബാലൻസ് ഇല്ല എങ്കിൽ കൂടി അവന് സ്വയം നടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വലതുകൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടിരുന്നു. ദൈവകൃപയാൽ വലതുകൈയുടെ സ്വാധീനം വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചു. സ്കൂൾ സബ്ജക്ട്സ് എല്ലാം ടൈപ്പ് ചെയ്ത് മാനേജ് ചെയ്യുന്നു. ഇവിടെ 9 തൊട്ട് 12 വരെ ഹൈസ്കൂളാണ്. 9ാം ക്ലാസ്സിൽ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു അസുഖമുണ്ടായത്. പക്ഷെ ഈ വർഷം ദൈവസ്നേഹം എന്ന് പറയട്ടെ, ഹൈസ്കൂള് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് അവന് സാധിച്ചു. ഇടയ്ക്ക് കുഞ്ഞിന് ഡിപ്രഷനിലൂടെ വളരെ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനിലൂടെ കടന്നുപോയി. ആ ഒരു സാഹചര്യത്തിൽ വേണ്ട ചികിത്സാ സഹായങ്ങളെല്ലാം തന്നെ ദൈവം ഒരുക്കി തന്നു. അവനൊരു കൗൺസിലിംഗ് അത്യാവശ്യമുള്ള സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നോ റീഹാബിലിറ്റേഷനിൽ നിന്നോ ഒരു കൗൺസിലറിന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ആരുമായിട്ടും സംസാരിക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു കമ്മ്യൂണിറ്റി സെന്റർ വഴിയായിട്ട് ഫ്രീ ആയിട്ട് ബ്രെയിൻ ഇഞ്ചുറി വന്ന ആൾക്കാരെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു കൗൺസിലറിനെ തന്നെ ദൈവം മകന് വേണ്ടി ഒരുക്കി തന്നു. ഇതെല്ലാം ദൈവസ്നേഹത്തിന്റെ ആഴപ്പെട്ട അനുഭവങ്ങളായിട്ടാണ് എനിക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ വിജയകരമായ വലതുകൈ കൊണ്ട് തികച്ചും അപരിചിതവും അജ്ഞാതവുമായ മാർഗത്തിൽ കൂടെ അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 27:14 ഇപ്രകാരം പറയുന്നു: കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. മിസിയോ കൂട്ടായ്മയെ ജോയിൻ ചെയ്തത് കഴിഞ്ഞ വർഷമാണ്. അന്ന് തുടങ്ങി അനുദിനം കിട്ടുന്ന വചനങ്ങളും വചന വിചിന്തനങ്ങളും വചനത്തോട് കൂടുതലായിട്ട് അടുക്കുവാനും ദൈവത്തെ സ്നേഹത്തിൽ വളരുവാനും ആ ദൈവസ്നേഹം കുടുംബത്തിൽ പങ്കുവയ്ക്കുവാനുമായിട്ട് എനിക്ക് സാധിക്കുന്നു. യെശയ്യാ 43:10 കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങൾ എന്റെ സാക്ഷികളാണെന്ന്. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവൻ വെച്ചിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. 2 തിമോത്തിയോസ് 1:18 വചനം ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലജ്ജിക്കരുത് എന്ന്. തീർച്ചയായും എന്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും യോസപിതാവിനും സ്വർഗീയ ദൂതന്മാർക്കും സ്വർഗത്തിലെ എല്ലാ വിശുദ്ധർക്കും ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ദൈവസ്നേഹം പകർന്നു തന്ന ഇടവക കൂട്ടായ്മകൾക്കും ബന്ധുമിത്രാദികൾക്കും പ്രാർത്ഥനാ സഹായത്തിലൂടെ ഞങ്ങളെ വളരെയധികം സഹായിച്ച എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി പറയുവാനായിട്ട്
ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന മിസ്സിയോ കൂട്ടായ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ദൈവനാമത്തിന്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വന്തം മകനുണ്ടായ ഒരു പ്രതിസന്ധിയിൽ അനുഭവിച്ച ദൈവസ്നേഹത്തെ ഒരമ്മയുടെ വികാരങ്ങളോട് ചേർത്ത് വെച്ച് ടെസ്റ്റ് മണി നടത്തിയ സിനി ജാൻസിന് നന്ദി പറയുന്നു. സോഷ്യൽ മീഡിയ സുവിശേഷ പ്രഘോഷണത്തിന്റെ വേദിയാക്കി മാറ്റണമെന്ന നമ്മുടെ ഫ്രാൻസിസ് പാപ്പായുടെ ആഗ്രഹത്തോട് ചേർന്ന് സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്നതിനായി ഡോക്ടർ കാംലി ജോണിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഒന്നാമത്തെ നിത്യസത്യമായ ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. മിനി ജോഷിയിലൂടെയും സിനിയിലൂടെയും മനോഹരമായി അത് പങ്കുവയ്ക്കപ്പെട്ടു. ദൈവം എങ്ങനെ നമ്മെ സ്നേഹിക്കുന്നുവെന്നും നമ്മിലൂടെ ബാക്കിയുള്ളവരിലേക്ക് ദൈവസ്നേഹം എങ്ങനെ പകർന്നു കൊടുക്കണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നതാണ് നാം കണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിലൂടെ നമുക്ക് ഇനി ഒന്ന് ചിന്തിക്കാം, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിച്ചത് എന്ന്. ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. 1 യോഹന്നാൻ അധ്യായം 4, 8, 16 വാക്യങ്ങളിൽ നാം ഇത് കാണുന്നുണ്ട്. ദൈവസ്നേഹം നാം അനുഭവിക്കണം. ആദ്യം അനുഭവിക്കണം. അനുഭവിച്ച ശേഷം അത് പങ്കുവെച്ച് ദൈവ കുടുംബമായി നാം ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ദൈവ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ മാതാപിതാക്കളുടെ കൂടെ നടക്കുന്ന, കരുതുന്ന, കാക്കുന്ന, പരിപാലിക്കുന്ന, വേണ്ടുന്ന സമൃദ്ധി വേണ്ടത്ര നൽകി ഒരു ദൈവ കുടുംബമായി പറുദീസ മാറുന്നത് നാം കണ്ടിട്ടുണ്ട്. ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കുന്നത് അവിടെയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം, പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത ആഴത്തിൽ ഗ്രഹിക്കുക എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവും നിയന്താതാവും പരിപാലകനുമായ ദൈവം സൃഷ്ടവസ്തുക്കളിലൂടെ ഒക്കെ നമ്മിലേക്ക് ദൈവസ്നേഹം ഒഴുക്കുകയാണ്. ഒരേ വായുവും വെള്ളവും നൽകി ഭൂമിയിലായിരിക്കുന്ന നമ്മോട് പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വ്യക്തിപരമായ സ്നേഹം എന്നുള്ളത് ദൈവം എന്നെ അറിയുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 1 അധ്യായം 2 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ എന്നെ സ്നേഹിച്ചതെന്ന്. ദൈവസ്നേഹത്തെ സംശയിക്കുന്ന ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൻ അമ്മയോട്, ഭാര്യ ഭർത്താവിനോട്, മക്കൾ മാതാപിതാക്കളോട് ഒക്കെ ഇന്ന് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവം നിരന്തരം നമ്മെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, ഇതാണ് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം വ്യക്തിപരമായ സ്നേഹമാണ്. ദൈവം എന്നെ അറിയുന്നു, മനസ്സിലാക്കുന്നു, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ മനസ്സിലാക്കുന്നു. അതായത് ദൈവത്തിന് എന്റെ ഇന്നലെ അറിയാം, എന്റെ നാളെയെയും അവിടുത്തേക്ക് അറിയാം, എന്റെ ഇന്നുകളെയും അവിടുത്തെ മുമ്പിൽ അനാവൃതമാണ്. ഞാൻ എത്ര പുറംപൂച്ച് അഭിനയിച്ചാലും എന്റെ ഭൂതവും ഭാവിയും അറിയുന്ന, തിരിച്ചറിയുന്ന, പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു നല്ല ദൈവമാണ് പിതാവായ ദൈവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്റെ ഇന്നലെയും ഇന്നും നാളെയും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. അടുത്ത് നോക്കുക, നാം മുന്നോട്ട് പോകുമ്പോൾ കാണാം ആദത്തെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ സ്നേഹം. പ്രിയപ്പെട്ടവരെ, എപ്പോൾ നമുക്കൊരു സംശയം ഉദിക്കുന്ന ഒരു ഭാഗമാണിത്. പുറത്താക്കിയ സ്നേഹവും സ്നേഹമാണോ? വീഴ്ചകളിൽ തള്ളിക്കളയാത്ത ഒരു സ്നേഹം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ്. അനേകം ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു തോട്ടം ഏദനിലുണ്ടാക്കി ആദി മാതാപിതാക്കളെ സൃഷ്ടിച്ച് അവിടെ താമസിക്കുവാൻ അനുവദിക്കുമ്പോൾ ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും എന്ന് കൽപ്പിച്ചാണ് അവിടെ ആക്കുന്നത് അവരെ. തുടർന്ന് നമുക്കറിയാം, സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് ആ പഴം ഭക്ഷിച്ച് ദൈവത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് തട്ടിപ്പറിച്ച് പറുദീസായുടെ നിഷ്കളങ്കാവസ്ഥ നഷ്ടമാക്കി നഗ്നത തിരിച്ചറിഞ്ഞ് പാപാവസ്ഥയിൽ കൂപ്പുകുത്തി വീണ് സാത്താന്റെ അടിമയാകുന്നത് ഉൽപ്പത്തി 2:9 ഉൽപ്പത്തി 3:22 നാം കാണുന്നുണ്ട്. മനുഷ്യൻ നന്മയും തിന്മയും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നാശത്തിലായിരിക്കുന്ന ആ മക്കൾ അമരന്മാരായി, മരണമില്ലാത്തവരായി, ദൈവത്തെ പോലെ ആകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ആ അവസ്ഥയിൽ നിന്നും അവനെ രക്ഷിക്കേണ്ടത് ദൈവത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു.
ഒരു നിത്യനാശത്തിൽ നരകത്തിന്റെ ആളുകളായിട്ട്, പിശാചുക്കളായിട്ട് തന്റെ ശ്വാസം നൽകി, താൻ രൂപം നൽകി ഛായയിൽ സൃഷ്ടിച്ച തന്റെ മക്കൾ മാറുന്നത് ദൈവത്തിന് ഒരു തരത്തിലും സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അവർ ചെയ്ത ഈ കുറ്റത്തിന് ഒരു ശിക്ഷ എന്ന രീതിയിൽ അവിടുന്ന് അവരെ പുറത്താക്കുന്നു. ഒരിക്കലും ആ പ്രവൃത്തിയെ ദൈവത്തിന്റെ സ്നേഹമില്ലായ്മയായി നാം സംശയിക്കരുത്, സ്നേഹരാഹിത്യമായി കാണരുത്. മറിച്ച് ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹപ്രകടനമായിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ. നിത്യനരകത്തിന്, നിത്യനാശത്തിലായി അവകാശികളായി മാറാതിരിക്കാൻ ദൈവം ചെയ്ത ഏറ്റവും വലിയ സ്നേഹമായിട്ട് വേണം അതിനെ നമ്മൾ മനസ്സിലാക്കുവാൻ. ഇനി അവർ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു നിന്ന് അമർത്യരാകാതിരിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ജീവന്റെ വൃക്ഷത്തിന് ചുറ്റും കെരൂബുകളെ കാവൽ നിർത്തുന്നതും എല്ലായിടത്തേക്കും കറങ്ങുന്ന തീ ജ്വലിക്കുന്നതുമായ വാൾ സ്ഥാപിക്കുന്നതും. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൈനീട്ടി പഴം പറിച്ച് സാത്താന്യ ഗണത്തിൽ എണ്ണപ്പെടുകയാണെങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? ഒരു വീണ്ടെടുപ്പ് പദ്ധതിക്ക്, ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിക്ക് വിലങ്ങുതടിയായി സാത്താൻ അടുത്ത കുതന്ത്രവുമായി ഇറങ്ങുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്രമാത്രം വലുതാണ്. ഇനി തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 16:8 വ്യക്തിപരമായി അറിയുന്ന, മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. ആരായിരുന്നു ഹാഗാർ? അബ്രാമിന്റെ ഭാര്യ സാറായുടെ ഈജിപ്തുകാരി ദാസിയായിരുന്നു ഹാഗാർ. മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല, നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞ സാറായി ഈജിപ്തുകാരി ഹാഗാറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായി നൽകി. അബ്രാം സാറായുടെ വാക്കനുസരിച്ചു. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യജമാനത്തിയായ സാറായിയെ ഹാഗാർ നിന്ദയോടെ വീക്ഷിച്ചു. അതിൽ മനം നൊന്ത് സാറായിയും ഹാഗാറിനോട് ക്രൂരമായി പെരുമാറി. ഹാഗാർ സാറായിയെ വിട്ട് മരുഭൂമിയിലൂടെ ഓടുകയാണ്. ഹാഗാറിനെ വ്യക്തിപരമായി അറിയുന്ന ദൈവം, അവളുടെ പേരും യജമാനത്തിയുടെ പേരും അറിയാവുന്ന ദൈവത്തിന് അവൾ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല അവളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഹാഗാറിനെ ആശ്വസിപ്പിക്കുന്ന, കരുതലോടെ സ്നേഹത്തോടെ യജമാനത്തിയുടെ അടുത്തേക്ക് തന്നെ മടക്കി അയക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. വലിയ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിനോട് പറയുന്നത്. ഉൽപ്പത്തി 16:11. അബ്രാഹത്തെയും ഭാര്യയെയും കടൽ തീരത്തെ മണൽത്തരികളെ പോലെ മക്കളെ നൽകി അനുഗ്രഹിക്കുന്ന ആ സ്നേഹസ്പർശവും നമുക്ക് മറക്കാതിരിക്കാം. മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പൂർവ്വ ജോസഫിനെ വ്യക്തിപരമായി അറിയുന്ന, സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ് എന്നാണ് ഇവിടെ ഉൽപ്പത്തി 45:7 പറയുന്നത്. ജോസഫ് സഹോദരങ്ങളാൽ വിറ്റ് പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ട് വീണ്ടും മിദ്യാൻകാർ പോത്തിഫറിന്, അതായത് ഫറവോയുടെ സൈന്യാധിപന് വിൽക്കുന്നു. പോത്തിഫറിന്റെ ഭാര്യ ജോസഫിനുമായിട്ടുള്ള ജഡിക അഭിലാഷം മുന്നോട്ട് വെക്കുന്നു. എന്നാൽ അതിൽ നിന്ന് ഉൾപ്പെടാതെ ജോസഫ് ഒരു കാരാഗ്രഹവാസം തന്നെ അനുഭവിക്കുന്നു. സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു നൽകുന്ന ജോസഫിന് ഫറവോയുടെ സർവാധികാരിയായി, അധിപനായി, ഈജിപ്തിന്റെ ഭരണാധിപനായി മാറുവാൻ സാധിക്കുന്നു. അങ്ങനെ മാറിയ ജോസഫ് അടുത്തു വരുന്ന 7 വർഷത്തേക്കുള്ള നീണ്ട കടുത്ത ക്ഷാമത്തെ പറ്റി പ്രവചിക്കുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ്, പട്ടിണി കൊടുമ്പിരിക്കൊള്ളുന്ന കാലഘട്ടത്തിൽ ലോകത്തെ രക്ഷിക്കുവാനുള്ള വലിയ ദൗത്യവുമായി അവിടെ എത്തിച്ച ജോസഫ് തിരിച്ചറിയുന്നുണ്ട് താൻ വന്നത് ഇതിനു വേണ്ടിയാണ് എന്ന്. അതായത് വിസ്മയകരമായ രീതിയിൽ ദൈവം തന്റെ സഹോദരങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എന്നെ കുറിച്ചോർത്ത്, നിങ്ങൾ എന്നെ വിറ്റതോർത്ത് വിഷാദിക്കേണ്ട, വിമുഖത വേണ്ട. കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം, നാം ജീവനോടെ ഇരിക്കാൻ ഈജിപ്തിലേക്ക് പോകാനാണ് പിതാവ് യാക്കോബ് ഈ 10 സഹോദരങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വിസ്മയകരമായ രക്ഷ ഓരോ വ്യക്തിയിലൂടെയും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുക്കുന്നു. ഇനി മോശയെ നന്നായി അറിയുന്ന ദൈവത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മോശ ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ, മേൽനോട്ടക്കാരുടെ ക്രൂരത, മർദ്ദനം, യാതനകള്, രോദനങ്ങൾ ഞാൻ കേട്ടു. ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് എന്റെ ജനത്തെ എത്തിക്കുവാൻ മോശയോട് കൽപ്പിക്കുകയാണ്. ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ മോശയെ തെരഞ്ഞെടുക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, എനിക്ക് വാക്ചാതുര്യമില്ല,
വിക്കനാണ്, നാവിന് തടസ്സമുണ്ട്, അവരെന്നെ വിശ്വസിക്കില്ല, എന്റെ വാക്ക് കേൾക്കുകയുമില്ല എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള നിരവധി കഴിവുകൾ നൽകി മോശയെ ശക്തിപ്പെടുത്തുന്ന ദൈവസ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നത്രേ. മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ സീനായി ലക്ഷ്യം വെച്ച് പോകുമ്പോൾ മോശ വളരെ പിടിവാശിയോടെ ദൈവത്തോട് പറയുന്നതാണ് ഇവിടെ നാം കാണുന്നത്. പുറപ്പാട് 33:15-17. അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനോഹരമായ ഒരു പാട്ട്, നാഥാ അങ്ങന്റെ കൂടെ വരേണമേ. അപ്പോൾ സ്നേഹത്തോടെ, എത്രയോ സ്നേഹത്തോടെ കർത്താവ് മോശയോട് പറയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതകൾ അറിയുന്നവനാണ് ദൈവം. ഏത് കുറവും പോരായ്മകളും നിറവാകാൻ ദൈവത്തോടാകാം നമ്മുടെ വാശിപിടുത്തവും ശാഠ്യങ്ങളും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്ന് പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവത്തെയാണ് പിന്നീട് നാം കാണുന്നത്. ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് അവർ മന്ന ഭക്ഷിച്ചു. പുറപ്പാട് പുസ്തകം 16:35 നാം ഇത് വായിക്കുന്നത്. മരുഭൂമിയുടെ കൊടും ചൂടിൽ യാത്ര ചെയ്യുമ്പോൾ വെയിലത്ത് തളരാതിരിക്കാൻ മേഘസ്തംഭമായി തണൽ വിരിയിച്ച് സ്നേഹമായി എത്തുന്നു. രാത്രിയിൽ തണുത്തു വിറങ്ങലിക്കാതെ അഗ്നിസ്തംഭമായി അവിടുന്ന് കടന്നു വരുന്നു, വഴി കാട്ടുന്നു, സഹായിക്കുന്നു. മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ദാഹിച്ച അവസരായി മോശയ്ക്കെതിരെ ഇസ്രായേൽ സമൂഹം ഒന്നടങ്ക പിറുപിറുത്തപ്പോൾ, ആവലാതിപ്പെട്ടപ്പോൾ, കലഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ച് സ്നേഹിക്കുന്ന ദൈവം. ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്ന കണക്ക് പറഞ്ഞപ്പോൾ അവർക്ക് കാടപ്പക്ഷിയെയും വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയുള്ളതും കൊത്തമ്പാലരി പോലെയുള്ള മന്ന പൊഴിച്ചു നൽകുന്ന ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്നയാണ് ഭക്ഷിച്ചത്. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ അവർ ഈ മന്ന ഭക്ഷിച്ചു. സ്ത്രീകളും കുട്ടികളും ഒഴികെ 6 ലക്ഷം പുരുഷന്മാരായിരുന്നു അന്ന് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ 40 വർഷം പോറ്റി വളർത്തിയ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടന്ന് പരിപാലിക്കുന്ന ഒരു ദൈവസ്നേഹം നാം മനസ്സിലാക്കുമ്പോൾ ഈ പുറപ്പാടിന്റെ കഷ്ടാരിഷ്ടതകളിൽ മുറുമുറുക്കുന്ന ജനത്തിന് കുറവുകൾ കൂടാതെ അലിവോടെ സംരക്ഷിക്കുന്ന കൂടെ നടക്കുന്ന ദൈവത്തെ നമുക്കും സ്നേഹിക്കേണ്ടതല്ലേ? കർത്താവിന്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം മോശയുടെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവയാണ് പിൻഗാമിയായിട്ട് പിന്നീട് കടന്നു വരുന്നത്. 2 പ്രധാന ദൗത്യങ്ങളാണ് ദൈവം ജോഷുവയെ ഏൽപ്പിച്ചത്. ഒന്ന്, കാനാൻ ദേശം കൈവശപ്പെടുത്തിയിരിക്കുന്ന ഹിത്യർ, അമോര്യർ, ജബൂസ്യർ, കാനാന്യർ തുടങ്ങിയ ജനവിഭാഗങ്ങളെ തോൽപ്പിച്ച് കാനാൻ ദേശം കൈവശപ്പെടുത്തണം. 2, വാഗ്ദാനം ചെയ്ത കാനാൻ ദേശം ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കുമായി അവകാശമായി വീതിച്ചു നൽകണം. ഇങ്ങനെ ശ്രമകരമായ 2 ദൗത്യങ്ങളാണ് ദൈവം ഏൽപ്പിക്കുന്നത്. ഈ മഹാദൗത്യം ഏൽപ്പിച്ച ജോഷുവയ്ക്ക് ദൈവം വാഗ്ദാനങ്ങൾ നൽകി ശക്തിപ്പെടുത്തുന്നതാണ് ഞാൻ പറയാൻ വരുന്നത്. നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ ഉൾക്കാഴ്ചയോടുകൂടി നിങ്ങൾ ഇത് കേട്ടിരിക്കണം. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:5. മോശയോട് കൂടെ എന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ജോഷുവയും ഹാഗാറും മോശയും സാറായും ഒക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്, ആദി മാതാപിതാക്കളും. ജോഷുവയെ കൈവിടില്ലെന്നും ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ജോഷുവയെ ശക്തിപ്പെടുത്തുന്ന സ്നേഹം. വീണ്ടും സങ്കീർത്തനം 139:16 നാം വായിക്കുന്നു, എല്ലാവരെയും വ്യക്തിപരമായി അറിയുന്ന, കാണുന്ന ദൈവസ്നേഹത്തെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ട നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു, ജീവന്റെ പുസ്തകത്തിൽ അവ എഴുതി ചേർക്കപ്പെട്ടു. ദൈവസ്നേഹം. എനിക്കിവിടെ ഒരു കാര്യം ഓർമ്മ വരാം. നമ്മൾ ഈ ആധാർ കാർഡൊക്കെ വന്ന ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ സ്നേഹം വല്ലാതെ കത്തി. കാരണം എന്റെ കൃഷ്ണമണിയെ പോലെ എന്റെ കൈപ്പത്തിയിലെ രേഖകളും പോലെ മറ്റൊരാൾക്കും അതില്ല എന്നുള്ള തിരിച്ചറിവാണത്. 800 കോടി ലോക ജനതകളിൽ ഒരാളെ പോലെ വേറൊരാളില്ല. അതാണ് അമ്മയുടെ ഉദരത്തിൽ ആകും മുമ്പേ നമ്മുടെ അന്തരംഗം കണ്ട് അവ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം. അടുത്ത് നമ്മുടെ തന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തുവാൻ തക്ക വിധം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഇതാ, നിന്നെ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ മാർപ്പാപ്പയെ, ലിയോ 16 മാർപ്പാപ്പയെ കാണാൻ പോകാന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന്റെ ഉള്ളം കയ്യിൽ എന്റെ പേരുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും അല്ലെ? വളരെ അതിശയകരമായി നാം അത് കാണും. അപ്പോ ഈ ഉള്ളം കയ്യിൽ നമ്മുടെ
പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ഇതൊരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. TTC പഠിക്കുന്ന കാലത്ത് 1993 കുളത്തുവയിലുള്ള ഫിലോ ചേച്ചി അവിടെ TTC പിള്ളേർക്ക് വേണ്ടി ധ്യാനം സംഘടിപ്പിക്കുകയാണ്. കൗൺസിലിങ്ങിന്റെ സമയത്ത് ഈ ദൈവസ്നേഹത്തെ പറ്റി പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ബോധ്യം കിട്ടുന്നേയില്ല. ആ ദൈവം അങ്ങനെ അപാരമായിട്ട് പഴയ നിയമത്തിലല്ലേ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഫിലോ ചേച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർമ്മിലിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വചനം എടുക്കാം. കിട്ടിയത് ഇതായിരുന്നു: നിന്റെ ഉള്ളം കയ്യിൽ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് ആ ചേച്ചിയുടെ കുറേ കാർഡുകൾ ഉണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യിൽ. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു തന്നപ്പോൾ പ്രിയപ്പെട്ടവർ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒരു വലിയ കൈപ്പത്തിക്കുള്ളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രം, ഇതേ വചനം വരുന്ന ചിത്രം. ആ ഒരു ബോധ്യത്തിലാണ് എൻ്റെ ആ കാലഘട്ടങ്ങളിലുള്ള സങ്കടങ്ങളെല്ലാം ഞാൻ മറന്നത്. വേറൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നൽകിക്കൊണ്ട് അവിരാമം എന്നെ സ്നേഹിച്ച ദൈവത്തെ പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്റെ മകളുടെ രണ്ടാമത്തെ ഡെലിവറി സമയത്താണ്. സിസേറിയൻ ആയിരുന്നു. അപ്പോഴാണ് അനസ്തീഷ്യ ഡോക്ടർ അനസ്തീഷ്യ നൽകാൻ സമ്മതിക്കുന്നില്ല, ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്. തുടർന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങളോട് പരിയാരത്തേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ ആംബുലൻസിൽ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, മിസ്സിയോടെ കോഴ്സൊക്കെ കൂടിയിരിക്കുന്ന സമയമാണ്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഓൺലൈൻ കോഴ്സ് കൂടി, കൂടാതെ 6 ദിവസത്തെ താമസിച്ചുള്ള കോഴ്സും കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. ഈ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി നല്ല ബോധ്യങ്ങൾ, നല്ല നല്ല ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള ഈ 10 ആഴ്ച കാലത്തെ ക്ലാസ്സുകളൊക്കെ കേട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനും എൻ്റെ മോളും വളരെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന നിലവിളിയോടുകൂടി ദൈവത്തോട് പറഞ്ഞു, അന്തരംഗം കാണാൻ നിന്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഈ കുഞ്ഞിനെ നീ അറിഞ്ഞിട്ടുണ്ടല്ലോ, ഇവൾക്കൊരു രക്ഷ കൊടുക്കണമെന്ന് ഞങ്ങൾ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പരിയാരത്തെത്തുന്നു, വീണ്ടും സ്കാനിങ്, എക്സ്റേ എല്ലാം. പക്ഷെ ഹൃദയത്തിന് ഒരു തകരാറുമില്ല. വീണ്ടും കാസർഗോഡേക്ക് തിരിച്ചെത്തുന്നു. എൽസ, അവളുടെ മകൾ ഞങ്ങളോടൊപ്പം ഇന്നും സുഖമായിട്ട് ഉണ്ട്. ആ മകളാണ് ഇന്ന് ദൈവസ്നേഹത്തെ പറ്റി ആദ്യം പാടിയത്. ആ ദൈവസ്നേഹത്തെ പറ്റിയുള്ള വരികൾ എഴുതാനുള്ള ഒരു ഭാഗ്യവും ടോമിസൻ ചേട്ടൻ മിസ്സിയോടെ പബ്ലിക്കേഷന് വേണ്ടിയിട്ട് എനിക്ക് തന്നു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ദൈവസ്നേഹത്തെ പറ്റി ആഴത്തിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളും എല്ലാം നമുക്ക് മാറ്റിവെക്കാൻ വേണ്ടി പറ്റും. പ്രതിസന്ധിയുടെ തോരാമഴയിലും സങ്കട നദിയിലും വിറങ്ങലിച്ച് നിൽക്കേണ്ടവനല്ല ഒരു ക്രിസ്ത്യാനി. ദൈവത്തിന് നമ്മെ നന്നായി അറിയാം. നമ്മെ അവിടത്തേക്ക് നന്നായിട്ട് മനസ്സിലാകും. ആ മകളാണ് ഇന്ന് പ്രാർത്ഥനാ ഗാനം ആലപിച്ചത്. ദൈവം സ്നേഹിച്ച നാൾ വഴികൾ ധാരാളം അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രിയപ്പെട്ട, ഞാനൊരു കൊച്ചു കാര്യം പറയുകയാണ്. അലിസാൻഡി എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്ന് അതെല്ലാം എഴുതി നോക്കുക. ദൈവം നമ്മെ സ്നേഹിച്ച എല്ലാ നാൾവഴികളും, നമുക്ക് സങ്കടം വന്നപ്പോഴൊക്കെ അത് മറ്റൊരു നന്മയാക്കി മാറ്റിയ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി നിങ്ങൾ ആ ആഴവും പരപ്പും ഒന്ന് മനസ്സിലാക്കുവാൻ എന്തായാലും ഇന്ന് തന്നെ ഈ ആഴ്ച മുഴുവനും കൊണ്ട് തീർക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും യെശയ്യാ 49:16 ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വചനം നമ്മൾ കേട്ടു. വീണ്ടും ജെറമ്യാ 29:11 നോക്കാം. നമുക്ക് വേണ്ടി നല്ലൊരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, ദൈവത്തിന് ഒരു സ്നേഹത്തിന്റെ പദ്ധതിയുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇവിടെ ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർക്കുകയാണ്. എനിക്ക് 93 TTC കഴിഞ്ഞ് ഇറങ്ങിയവിടെ തന്നെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ണീരും കയ്യുമായിട്ട് അച്ഛനോട് വയനാട്ടിലുള്ള 5-3 സ്കൂളിൽ ഒരു ജോലി തരണേ അച്ഛാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവസാനം അച്ഛൻ പിന്നീട് ഒരു കത്തയച്ചു. 2 ദിവസത്തിനുള്ളിൽ വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് തന്നു. പക്ഷെ ആ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അത് അദ്ദേഹം ആർക്കോ കൊടുത്തു, വേറൊരാൾക്ക് കൊടുത്തു. ഭയങ്കര നിരാശയിലും വിഷമത്തിലും എനിക്ക് എൻ്റെ മനസ്സിനെ ഒരു തരത്തിലും ആശ്വസിപ്പിക്കാൻ പറ്റാത്തത്ര രീതിയിലായിപ്പോയി. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അതേ വർഷം തന്നെ എനിക്ക് കാസർഗോഡ് കുമ്പളയിൽ ജോലി കിട്ടുകയാണ്. അവിടെ നിന്നുള്ള എറണാകുളത്തുനിന്ന് വന്ന് PSC കിട്ടിയ ഒരു ജോണി സാർ എന്നെ കല്യാണം കഴിക്കുന്നു. എൻ്റെ മക്കൾക്ക് ഇപ്പോൾ PSC കിട്ടിയിരിക്കുന്നതും കാസർഗോഡ് ജില്ലയിലാണ്. ഇങ്ങനെ നമ്മെക്കുറിച്ചുള്ള പദ്ധതി അവിടത്തേക്കുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള എല്ലാ അനുഭവങ്ങളും ദൈവത്തിന്റെ വെട്ടിയൊരുക്കലുകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ പദ്ധതിയുടെ ശക്തി നാം മനസ്സിലാക്കണം. ഇസ്രായേലിന്റെ മഹത്വമായവൻ കള്ളം പറയുകയോ അനുദപിക്കുകയില്ല. അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യനല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് കള്ളം പറയില്ല. ദൈവനിവേശിത ഗ്രന്ഥമായ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും സത്യമാണ്. ആ ക്ഷേമ പദ്ധതി നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യോനായുടെ പുസ്തകത്തിലെ 4-ാം അധ്യായം 2 നോക്കുക. അനുകമ്പയുള്ള ദൈവത്തിന്റെ
ചിത്രമാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. മഹാനഗരമായ നിനവയിൽ 1,00,000-ൽ പരം ആളുകൾ പാപത്തിൽ മുഴുകി ജീവിച്ചപ്പോൾ 40 ദിവസത്തിനകം നിനവെ നശിപ്പിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ സന്ദേശം യോനായ്ക്ക് ലഭിച്ചു. അവിടെ പോയി പശ്ചാത്താപത്തിനെ പ്രസംഗിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടു. യോന അതിന് വഴങ്ങാതെ താർശീഷിലേക്ക് ഒളിച്ചോടുകയാണ്. അതിന് നടത്തുന്ന വിഫല ശ്രമങ്ങളും കടലിലെറിയപ്പെടുന്നതും മത്സ്യം വിഴുങ്ങുന്നതും വീണ്ടും നിനവയുടെ തീരത്ത് യോനായെ ഛർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. യോന നിനവയിലെത്തി പ്രസംഗിക്കുന്നു. അവിടുത്തെ ജനങ്ങളെല്ലാവരും പശ്ചാത്താപ വിവശരായി ദൈവത്തിൽ വിശ്വസിക്കുന്നു. രാജാവടക്കം ചാക്കുടുത്ത് ഉപവസിച്ച് ആ പ്രവൃത്തിയിൽ അനുകമ്പ തോന്നി മനസ്സലിഞ്ഞ് ദൈവം ക്രോധം പിൻവലിക്കുകയും ശിക്ഷ വേണ്ടെന്ന് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവരുടെ മേൽ തിന്മ അയച്ചില്ല. അത്യധികം അസംതൃപ്തനും കുപിതനുമായ യോന നീരസത്തോടെ ദൈവത്തോട് പറയുന്ന ഭാഗമാണ്. ദൈവസ്നേഹത്തിനൊരു നല്ല നിർവചനം കൂടിയാണിത്. നമുക്ക് വായിക്കാം. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നത് വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാരുണ്യത്തിന് അതിരുകളില്ല. ഇസ്രായേൽ ജനത മാത്രമല്ല, എല്ലാവരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള നിയോഗങ്ങൾ നമുക്ക് എവിടെയെങ്കിലും കിട്ടുമ്പോൾ അത് പാഴാക്കരുതേ എന്ന് ഞാൻ പറയുകയാണ്. വീണ്ടും അനന്തവും അചഞ്ചലവുമായ സ്നേഹം നാം ജെറമ്യായുടെ പുസ്തകത്തിൽ 31:3 കാണുകയാണ്. വിദൂരത്തിൽ നിന്ന് അവന് പ്രത്യക്ഷനായി കർത്താവ് അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സ്നേഹത്തിന്റെ ഒരിക്കലും ഭേദിക്കപ്പെടാനാകാത്ത വിധം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവിലേക്കാണ് വളരേണ്ടത്. വീണ്ടും ജെറമ്യാ 23:24 നാം കാണുകയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ഞാൻ സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങൾ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അവിടുത്തെ വലത്ത് കൈ എന്നെ പിടിച്ചു നടത്തും എന്ന് സങ്കീർത്തനം 139:8 പറയുന്നുണ്ട്. അങ്ങനെ നമ്മെ വ്യക്തിപരമായി കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ ആൽഫയും ഒമേഗയും അന്ത്യനും ആദ്യനുമായ അവിടുത്തെ മുമ്പിൽ നമുക്ക് ഒളിഞ്ഞിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് അമ്മയെ പോലെ സ്നേഹിക്കുന്ന ദൈവത്തെയാണ്. അമ്മയെ പോലെ നമ്മെ അറിയുന്ന സ്നേഹിക്കുന്ന ദൈവത്തെയാണ്. അമ്മയെക്കാളും സ്നേഹിക്കുന്ന ദൈവത്തെയാണെന്ന് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, വിലാപങ്ങൾ 4:10 ഒരു കാര്യം പറയുന്നുണ്ട്. കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു, വിനാശത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു എന്ന്. അമ്മ കുഞ്ഞിനെ മറന്ന സംഭവമാണ് വിലാപങ്ങൾ 4:10 കാണുന്നത്. പട്ടിണി വന്നപ്പോൾ ചെയ്ത വലിയ ഒരു ദുഷ്കൃത്യം. ആധുനിക കാലഘട്ടത്തിലും നമുക്ക് പല അമ്മമാർക്ക് അനുഗുണമല്ലാത്ത പല പ്രവർത്തികളും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. എന്നാലും മാതാപിതാക്കളെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവം എന്നാണ് അടുത്ത സ്ലൈഡിൽ നാം കാണുന്നത്. മാതാപിതാക്കൾ എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുന്ന ചിത്രം നോക്കിയേ. എന്ത് ഭംഗിയായിട്ടാണ് സ്നേഹിക്കുന്നത്. കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് മുത്തം നൽകി സ്നേഹിക്കുന്ന, ഇതുപോലെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന് ഹോസിയ 11:3 പറയുകയാണ്. ഞാൻ അവരെന്റെ കരങ്ങളിലെടുത്തു. പിന്നെ പറയാണ് ഈ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം കുഞ്ഞാടും തള്ളയാടും പോലെയാണെന്ന്. എനിക്ക് ഭയങ്കര കുശുമ്പുള്ള ഒരു ചിത്രമാണ് ഈ ദൈവം ഇങ്ങനെ തോളിലെ കുഞ്ഞാടിനെ എടുത്തു നിൽക്കുന്ന ചിത്രം. അപ്പൊ എന്തൊരു ആ ഒരു കുഞ്ഞാടാണ് ഞാനും നിങ്ങളും എന്നൊക്കെ മനസ്സിലാവുന്നത് കുറെ വൈകിപ്പോയി എന്നുള്ളത് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ നാട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. കുഞ്ഞാടിനെ തോളിലേറ്റി തള്ളയാടുകളെ നയിക്കുന്നത് പോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഇതുപോലെ ഹോസിയ 11:4 പറയുന്നുണ്ട്, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. സ്വയം നടക്കാൻ കഴിവുള്ളവരാകുന്നത് വരെ നമ്മെ നടത്താൻ പരിശീലിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, യേശയ്യാ 30:21 പറയുന്നുണ്ട്, ഒരു വഴികാട്ടിയായ ദിവസവും നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഏത് വഴി നടക്കണം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ തിരുവചനങ്ങളിലെല്ലാം കടന്നു പോയപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവം ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഹോസിയ 11:4 കുഞ്ഞു ഭക്ഷണം നൽകുന്നു.
സ്വയം ഭക്ഷണം കഴിക്കാൻ പ്രാപ്തരാകുന്നത് വരെ അമ്മ കുഞ്ഞുങ്ങളെ എങ്ങനെ എത്രമാത്രം താഴ്മയോടെ, ത്യാഗത്തോടെ, എത്ര സ്നേഹത്തോടെയാണ് പോറ്റുന്നത് നമുക്കറിയാം. നേരത്തെ സൂചിപ്പിച്ച വചന സ്ലൈഡ് ഒന്ന് ഓർക്കാം. മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? ഇതൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നന്മ ചെയ്യുന്നവരെയാണോ, പാപികളെയാണോ, പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയാണോ, ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? ഉത്തരം വളരെ ലളിതമാണ്. ദൈവം വ്യവസ്ഥകളില്ലാതെ വ്യക്തിപരമായി നമ്മെ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നാം അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി അത് പങ്കുവെച്ച് ജീവിക്കണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദരിദ്രനെന്നോ സമ്പന്നനെന്നോ രോഗിയെന്നോ ബലഹീനനെന്നോ അനാഥനെന്നോ പാപിയെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. കൽക്കട്ടയുടെ തെരുവിൽ ദൈവാനുഭവം പങ്കുവെച്ച മദർ തെരേസയെ പോലുള്ള അനേകം വിശുദ്ധർ ദൈവകുടുംബം എന്ന സ്നേഹം, ആ സ്വപ്നം, ദൈവത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കിയവരാണ്. കർത്താവിന്റെ സ്നേഹം എപ്പോഴും ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അതുകൊണ്ട് തന്നെ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്ന ഈ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഇനി ഒട്ടും അമാന്തം പാടില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. അവിടുന്ന് പരിപൂർണനാണ്. ദൈവം പരിപൂർണനായതുകൊണ്ട് പരിപൂർണതയ്ക്ക് മിനി പറഞ്ഞു നമ്മളോട് കൂടാനോ കുറയാനോ കഴിയില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന് വ്യവസ്ഥകളും ഇല്ലാതെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. സിനി പറയുകയാണ്, ആ ഒരു തുടർച്ചയായ വലിയൊരു സ്നേഹത്തിന്റെ ഒഴുക്ക് താൻ അനുഭവിച്ചത് സിനി നമ്മളോട് മനോഹരമായി പറഞ്ഞു. അത് അനുഭവിച്ചറിയുവാനും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനുമാണ് നമ്മുടെ കർത്തവ്യം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സഹോദരർ, ഭൂമി പൊതുഭവനം. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നൽകിയ വലിയ സന്ദേശമാണ്. തന്റെ അപ്പസ്തോലിക ലേഖനത്തിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. ഫ്രത്തേലി തൂത്തി എന്ന തന്റെ ഈ പുസ്തകത്തിലൂടെ എല്ലാവരും സഹോദരങ്ങളാണെന്നും ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ദൈവകുടുംബമായി ജീവിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യമെന്നും അവിടുന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒന്നാമത്തെ നിത്യസത്യമായ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടതിനൊക്കെ പ്രത്യുദ്ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രത്യുദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ റീപാർട്ടി, ചുട്ട മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സംരംഭം കൂടി നിങ്ങൾ ചെയ്യണം. മിനി പറഞ്ഞതുപോലെ ബ്ലോക്കുകൾ എവിടെയുണ്ടോ, ഒഴുക്ക് എവിടെയാണോ തടസ്സപ്പെടുന്നത്, നമുക്ക് അതെല്ലാം മാറ്റിക്കൊണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിയെടുത്തുകൊണ്ട് എന്നെ സ്നേഹിച്ച, ദൈവം സ്നേഹിച്ച എല്ലാ നാൾ വഴികളിലൂടെ കടന്നുപോയിക്കൊണ്ട് ആ സ്നേഹമൊക്കെ എഴുതി വെച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ മറന്നുപോയ, കരിന്തിരി പോലെ കത്തി അമർന്നുപോയ എല്ലാ നിമിഷങ്ങളെയും ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹം അനുഭവിച്ച സന്ദർഭങ്ങളൊക്കെ മറ്റുള്ളവരോടുകൂടി പങ്കുവെച്ചുകൊണ്ട് അവരിലേക്ക് കൂടി ദൈവത്തിന്റെ സ്നേഹം എത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. യാക്കോബ് പറയുന്നത് എന്താണ്? അവിടുന്ന് എന്നെ സ്നേഹിച്ചു, എന്റെ കൂടെ നടന്നു, അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് ഒരു ബലിപീഠം പണിയൂ എന്നാണ്. അത്രയും ഒരു പ്രത്യുത്തരം നമുക്ക് കൊടുക്കാനാകണം. അബ്രാഹത്തിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ നമ്മുടെ പിതാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും നിങ്ങൾ വന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തുതി. നല്ലൊരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ദൈവസ്നേഹത്തിന്റെ വിവിധ സന്ദർഭങ്ങൾ കാണിച്ചു തന്ന് നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ച ഡോക്ടർ കാംലിക്ക് നന്ദി. നമ്മുടെ മിസ്സിയോ ഗ്രൂപ്പിന്റെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ ഇടയനുമായ മാർ ജോയി ആലപ്പാട്ട് പിതാവ് നിരവധി ഉത്തരവാദിത്തങ്ങൾക്കിടയിലും നമ്മുടെ മിസ്സിയോ ഗ്രൂപ്പിന് സന്ദേശം നൽകുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്ന പിതാവിന് പിതാവില്ല കേട്ടോ, പിതാവ് വന്നിട്ടില്ല. സോറി കേട്ടോ, സോറി. അടുത്തതായി നമ്മുടെ അനൗൺസ്മെന്റ്സ് ആണ്. മിസ്സിയോ പ്രിലിംസ് ബാച്ച് 18ന്റെ മെയിൻ ഗ്രൂപ്പിലുള്ളവർക്ക് ആർക്കെങ്കിലും ഇതുവരെ സബ് ഗ്രൂപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലീറ്റസ് പോളുമായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9037201651. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സബ് ഗ്രൂപ്പ് ഉണ്ടാവേണ്ടതാണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജ് ആയി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസുകളുള്ള ഫുൾ മിസ്സിയോ കോഴ്സ്
സെപ്റ്റംബർ 15 മുതൽ 20 വരെ കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 അല്ലെങ്കിൽ 7012574557 എന്ന ഫോൺ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 5 വരെ കണ്ണൂർ കൂട്ടുപുഴ IMS ധ്യാന കേന്ദ്രത്തിൽ വെച്ച് മിസിയോ ടീം നയിക്കുന്ന ഫുൾ മിസിയോ കോഴ്സ് നടത്തപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 2 വരെ തൊടുപുഴ സേവിയേഴ്സ് ഹോമിൽ വെച്ച് മിസിയോ ഫുൾ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കുമൊക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരിയച്ചന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയൽ ആയിട്ടാണ് നിങ്ങൾക്ക് അത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്ന ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണമേ. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കുകയില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അതിന്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ മിസിയോ ഗ്രൂപ്പിന്റെ സ്ഥാപകയും ഇതിന്റെ വളർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആലിസ് കുട്ടി ആന്റിയെ ഏറ്റവും സ്നേഹാദരവോടെ സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ഈ ദൈവത്തിന് സ്തുതി. ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരും നല്ലോണം സഹകരിച്ച് വരുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം നമ്മൾ എത്രമാത്രം നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം എത്രയുണ്ടോ അതിനെ ആശ്രയിച്ചാണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും ഓർത്തേക്കണേ. ഇപ്പം ഇന്ന് നമ്മൾ കേട്ടതൊക്കെ ദൈവം നമ്മളെ എല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. കാരണം ദൈവം സ്നേഹമാണെന്നും നമ്മൾ പ്രൊക്ലമേഷനിലൂടെയും ജീവിതാനുഭവത്തിലൂടെയും പ്രസന്റേഷനിലൂടെയും ഗാനത്തിലൂടെയും എല്ലാം നമ്മൾ കേട്ടത് അതാണ്. അതായത് ഈ ഒരു വലിയ സത്യം നമുക്കറിയാം, നമുക്ക് സംശയമില്ലാത്തതാണ്. എന്നാലും അനുഭവം നമുക്ക് കുറവല്ലേ. ആ ഒരു ദൈവസ്നേഹം, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ പിതാവാണെന്നും നിത്യമായ സ്നേഹം കൊണ്ട് സ്നേഹിച്ചെന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു അനുഭവം കുറവുണ്ടാവില്ലേ. നമുക്കിത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഒത്തിരി ആവശ്യമാണ്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് അവർ പറഞ്ഞപ്പോൾ ഒക്കെ പറഞ്ഞു, കാർമിലിയൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞു, മിനിയും എല്ലാവരുടെയും ഇതിൽ കൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ഒന്നിങ്ങനെ ആലോചിച്ചിട്ട്, എല്ലാം ദൈവസ്നേഹമാണ്, ജീവൻ മുതൽ ദൈവത്തിൻ്റെ സമ്മാനമാണല്ലോ. അപ്പം ദൈവം നമുക്ക് നൽകിയ ഒരുപാട് കൃപകളെ ഒത്തിരി സന്തോഷത്തോടെ നമുക്കൊന്ന് ഓർക്കാം. വേണമെങ്കിൽ നിങ്ങളൊരു കടലാസ് എടുത്ത് ഒന്ന്, ദൈവത്തിൻ്റെ എന്നിലേക്ക് ദൈവം വിളിച്ചൊരിഞ്ഞ സ്നേഹം എനിക്ക് അനുഭവപ്പെട്ട, നമ്മൾ പലപ്പോഴും നമ്മൾ പറയുമല്ലോ ഇതൊക്കെ ഒരുമാതിരി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്. ഇതൊക്കെ നമ്മൾ കാഷ്വലായിട്ട് അങ്ങ് എടുക്കുവേ. ഇതൊന്നും അത്രയും വ്യക്തമായിട്ട് ചിന്തിച്ച് ഇത് ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹമാണ്. വിസ്മയനീയമായി അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞെടുത്തപ്പം മുതൽ നമ്മളാരും തിരഞ്ഞെടുത്തതല്ല. നമ്മുടെ ജീവിതമോ നമ്മുടെ മാതാപിതാക്കളെയോ കുടുംബ സാഹചര്യമോ നമ്മുടെ നിറമോ നമ്മുടെ ഒന്നും നമ്മൾ തിരഞ്ഞെടുത്തതല്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ രൂപപ്പെടുത്തി നമുക്ക് തന്നതാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ദൈവം എനിക്ക് നൽകിയ കൃപകള്, അനുഗ്രഹങ്ങള് അതൊന്ന് എഴുതുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അവർ പറഞ്ഞല്ലോ ദൈവസ്നേഹം നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. മിനിയും കാർമികയൊക്കെ പറഞ്ഞ് അത്
നമ്മളിലൂടെ എല്ലാവരിലേക്കും ഒഴുകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ കേട്ടു. ഈ ഒഴുക്ക് നടക്കുന്നില്ലെങ്കിൽ ഇതങ്ങ് കെട്ടിക്കിടക്കും. ഈ ഓട്ടോമാറ്റിക് സെറ്റിംഗ് എന്ന് പറയല്ലേ നമ്മള്. അതായത് കറണ്ട് ഒരു ഫ്യൂസ് കത്തിപ്പോയാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആകുന്നത് പോലെ ഈ സ്നേഹം നമ്മളിൽ നിറഞ്ഞു കവിഞ്ഞ് എല്ലാവരിലേക്കും ഒഴുകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ എവിടെയെങ്കിലും ഒരു തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാല് ഈ മുകളിൽ നിന്നുള്ള ഒഴുക്ക് അങ്ങ് നിന്നു പോകുമെന്നുള്ളതാ സത്യം. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിൽ പ്രത്യേകമായിട്ട് അങ്ങനെ ഒഴുക്ക് നിന്നുപോയ മേഖലകള്, ആൾക്കാര്, സാഹചര്യങ്ങള് ഏതാണെന്നൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. ഒന്ന്, നമ്മളോട് വിരോധമുള്ളവരോ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നവരോ, അല്ലെ നമ്മൾ ഒഴിച്ചു മാറ്റി നടത്തുന്നവരുണ്ടാവുമല്ലോ, നമ്മൾ ശത്രുക്കളെന്നോ ക്ഷമിക്കാൻ പറ്റാത്തവരെന്നൊക്കെ വിചാരിക്കുന്നവര്, അവരുടെയൊക്കെ ഒന്ന് പേരുകൾ എഴുതിയിട്ട് ചുമ്മാ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ മതി കേട്ടോ. ദൈവമേ അവരെ അനുഗ്രഹിക്കണേ, ദൈവമേ അവരെന്നിൽ നിന്ന് ആ ഒരു സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ അകന്നു നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് എന്നിലൂടെ അവരിലേക്ക് അവിടുത്തെ സ്നേഹം ഒഴുകട്ടെ. പറയല്ലേ, ഒഴുകട്ടെ, ഒഴുകട്ടെ, ദൈവ സ്നേഹം ഒഴുകട്ടെ. അങ്ങനെ അങ്ങോട്ട് അല്ലെ, God wants us to be channels of God's personal, unconditional, rich love അല്ലേ. ആ വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളൊന്നും കൂടാതെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹം നമ്മളിൽ നിറഞ്ഞു നിന്നിട്ട് നമ്മളിലൂടെ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലേക്കും എല്ലാവരിലേക്കും ഒഴുകി 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 ചെല്ലണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നടക്കുന്നില്ലാത്തതിന്റെ കാരണം നമ്മളത് ബ്ലോക്ക് ചെയ്തത് കൊണ്ടാ. അപ്പൊ നമുക്ക് ഈ ആഴ്ച നമ്മളങ്ങനെ, നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ച നിങ്ങളെല്ലാവരും പലരും ചെയ്തു, ചിലർക്ക് പറ്റാതെ പോയി കാണും. വചനമൊക്കെ എഴുതിയത് ഓരോ ദിവസവും ഓരോന്നായിരുന്നു. ഈ ആഴ്ച മുഴുവൻ പറഞ്ഞല്ലോ ദൈവസ്നേഹത്തെ പറ്റി. അതൊക്കെ നമ്മൾ മെന്റേഴ്സ് പറഞ്ഞു വരും കേട്ടോ. അപ്പം ദൈവസ്നേഹത്തെ പറ്റിയുള്ള ഈ ദൈവവചനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് കാണുകയും വായിക്കുകയും എന്നിട്ട് ദൈവമേ ആ സ്നേഹം എന്നിലൂടെ എല്ലാവരിലേക്കും സമൃദ്ധമായിട്ട് ഒഴുകട്ടെ, ഒഴുക്കണമേ, ദൈവമേ അവിടുത്തെ സ്നേഹം ഇവർക്കെല്ലാം അനുഭവിച്ചറിയാൻ പറ്റണമേ എന്ന് നമ്മളോട് വിഷമമുള്ളവരോ നമുക്ക് വിഷമമുള്ളവരോ ആയിട്ടുള്ള എല്ലാവരുടെയും പേരുകളൊന്ന് എഴുതി 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 അവരിലേക്കൊക്കെ ഒഴുക്കുമ്പം നമ്മളറിയാതെ നമ്മളുടെ ജീവിതവും ദൈവസ്നേഹം കൊണ്ട് നിറയും. അതുപോലെ ദൈവം നമുക്ക് നൽകിയ കൃപകള്, അനുഗ്രഹങ്ങള്, നമ്മുടെ ജീവിതത്തിലുള്ള ധന്യതകള് എല്ലാം ഒന്ന് എഴുതി ദൈവമേ നന്ദി, ദൈവമേ സ്തുതി എന്നൊന്ന് പറയുന്ന. അപ്പൊ ഇത് ഈ ആഴ്ചയിൽ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന്റെ തോതനുസരിച്ചാണ് ഓരോരുത്തർക്കും ദൈവസ്നേഹത്തിന്റെ അനുഭവം. ദൈവസ്നേഹം കൂടാനും കുറയാനും പറ്റാത്ത പൂർണ്ണതയാ. പക്ഷേ നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സ്നേഹത്തിന് ഒഴുകി വരാൻ പറ്റില്ല എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഈ ഒരു എക്സർസൈസ് നമുക്ക് ചെയ്യാം. അത് ചെയ്യുന്നതിന്റെ തോതനുസരിച്ച് അനുഭവം കൂടിക്കൊള്ളും. അപ്പോൾ ഈ ആഴ്ച ദൈവത്തിന്റെ ആ വലിയ സ്നേഹം വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നിരന്തരം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവപിതാവിന്റെ ആ സ്നേഹം ആഴത്തിൽ അനുഭവിക്കാനും നമ്മളിലൂടെ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും അതങ്ങനെ ഒഴുകിയെത്താനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു എക്സർസൈസ് നിങ്ങൾ ചെയ്യണം. മറ്റ് മെന്റേഴ്സൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ദൈവത്തിന് സ്തുതി. ആമേൻ. നന്ദി ആന്റി. ആന്റിയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്കും ദൈവസ്നേഹത്തിനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് തന്ന ഈ ഹോംവർക്കിനും എല്ലാം നന്ദി ആന്റി. ഇനിയും ധാരാളം പേർക്ക് ദൈവസ്നേഹം മനസ്സിലാക്കുവാനും മിസ്സിയോ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും ആന്റി ഒരു പ്രചോദനമായി മാറട്ടെ. സമാപന ആശീർവാദത്തിനായി റവറന്റ് ഫാദർ മാത്യു പുതിയാത്തിനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട മിസ്സിയോ ടീം അംഗങ്ങളെ, പ്രിയപ്പെട്ട ടോമിച്ചായ, പ്രിയപ്പെട്ട അൽസുചി, സ്നേഹം നിറഞ്ഞവരെ, മിസ്സിയോയുടെ ഈ
കോഴ്സിൽ അച്ഛൻ പങ്കെടുത്തുകൊണ്ട് ഇരുട്ടത്താണ് പോയല്ലോ, ഇരുട്ടത്താണല്ലോ ആകെ, വെളിച്ചമില്ലേ അവിടെ? എന്നോട് ക്ഷമിക്കുക, ഞാനേ യാത്ര കോഴിക്കോടിലേക്ക് ഞങ്ങളുടെ സൺഡേ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന സമയമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ട് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ പ്രിയപ്പെട്ടവരെ, ഈ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ട് ഏകദേശം 116ഓളം പേർ ഇതിലിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കൂടിവരവ് വളരെ വളരെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒന്നായി തീരുന്നു എന്ന് കാണുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കൂടുതലും വിശ്വാസ പരിശീലകരാണ് ഈ ഒരു കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സും സാക്ഷ്യങ്ങളും ഒക്കെ നിങ്ങൾ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തത്. ഇവിടെ മുൻപേ പറഞ്ഞ എല്ലാവരും തന്നെ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന്റെ സ്നേഹം ഏറ്റവും അധികം അനുഭവിച്ചറിയുന്നത് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും സുതാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടും സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ പലരും തന്നെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാനായിട്ട് സാധിച്ചു. ഈ കോഴ്സില് 10 ദിവസം നീണ്ടുനിന്ന ഈ കറിഗ്മ കോഴ്സിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യമാണ് എനിക്കുള്ളത്. ആ കോഴ്സ് പങ്കെടുത്തതിന് ശേഷം ഏത് സദസ്സിനെയും അഭിമുഖീകരിക്കുവാനായിട്ട്, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് വളരെയേറെ സാധിച്ചു എന്നുള്ളത് എൻ്റെ തന്നെ ഒരു വലിയ ജീവിതാനുഭവമാണ്. കാരണം ദൈവം നമ്മളെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ അനുഭവിച്ചറിയേണ്ടതും ആ സ്നേഹത്തെക്കുറിച്ച് എവിടെയും പ്രഘോഷിക്കുവാനായിട്ട്, പങ്കുവയ്ക്കുവാനായിട്ട്, അതിന് സാക്ഷ്യം പറയുവാനായിട്ട്, സാക്ഷ്യം നൽകുവാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുതന്നെയാണ് ഓരോ വിശ്വാസ പരിശീലകനും അല്ലെങ്കിൽ ഓരോ സമർപ്പിതനും ഓരോ വിശ്വാസിയും ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനും എൻ്റെ ഒരു ജീവിതാനുഭവം, ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞത് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വൈദികനായ 2 വർഷക്കാലം സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കല്യാണ കുർബാനയിൽ പങ്കെടുത്ത് ആ കുർബാനയ്ക്ക് ശേഷം മറ്റൊരു ഓഫീസ് ആശീർവദിക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന സന്ദർഭത്തിൽ ബൈക്കിലാണ് പോയത്. പെട്ടെന്ന് ഒരു നേരെ എതിരെ വന്ന വാഹനവുമായിട്ട് ഞാൻ കൂട്ടിയിടിക്കുകയും ഞാൻ അപകടത്തിൽ പെടുകയും ചെയ്തു. ബോധമില്ലാതെ മരണം സംഭവിക്കാമായിരുന്ന അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തില് ആരും എന്നെ എടുക്കുവാനായിട്ടോ ആശുപത്രിയിൽ എത്തിക്കുവാനായിട്ടോ നോക്കാൻ ഇല്ലാതെ നിൽക്കുമ്പോൾ എങ്ങോ വിദൂര രാജ്യത്ത് നിന്ന് ആ വഴി കടന്നുപോയ ഒരു മനുഷ്യനാണ് കാറ് നിർത്തി. അപ്പോ ജാക്കറ്റ് ഇട്ടിരുന്ന് എനിക്ക് എൻ്റെ ലോഹ ആർക്കും കാണാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ബൈക്കിലാണ് ഞാൻ പോകുന്നത്. അപ്പോ അങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്ന എന്നെ ഈ കാറിൽ വന്ന ആ മനുഷ്യൻ ഇറങ്ങി നോക്കുമ്പോൾ ലോഹയുടെ ഒരു തുമ്പ് മാത്രം ജാക്കറ്റിന് പുറത്തേക്ക് നിൽക്കുന്നത് കണ്ട് അതൊരച്ഛനാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അടുത്ത് വന്ന് എന്നെ നോക്കുമ്പോൾ പരിചയമുള്ള മുഖമാണെന്ന് കണ്ട് മനസ്സിലാക്കി അദ്ദേഹമാണ് ഇത് ഞങ്ങളുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പിന്നീട് എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാനും പിന്നെ തുടർന്ന് മറ്റുള്ളവരെയൊക്കെ അറിയിക്കുവാനായിട്ടും ഒക്കെ കാരണമായി. അങ്ങനെ ആശുപത്രിയിൽ നിന്നും പിന്നീട് മറ്റ് ആശുപത്രികളിലേക്കൊക്കെ എന്നെ കൊണ്ടുപോവുകയും
എൻ്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് കാരണമായി തീരുകയും ചെയ്തത്. പിന്നീട് ഈ ഒരു സംഭവം ഞാൻ ഓർക്കുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടാമായിരുന്ന ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷകനായിട്ട് ഓരോരുത്തരെയും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നതെന്ന് പിന്നീട് എനിക്ക് അത് ബോധ്യമാവുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ മാത്രം ഒരു അനുഭവമല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന ഒരുപാട് സന്ദർഭങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന്, മനസ്സെന്ന് ദൈവസന്നിധിയിൽ ഉറപ്പിച്ചുകൊണ്ടൊന്ന് ധ്യാനിക്കുമ്പോൾ അത്തരത്തിലുള്ള അനേകായിരം അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നതായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ദൈവത്തിന്റെ സ്നേഹമെന്നും ഈ സ്നേഹം ഞാൻ അനുഭവിച്ച് കൊണ്ടേയിരിക്കുന്നുവെന്നും അത് പ്രഘോഷിക്കുമ്പോഴാണ് തീർച്ചയായും എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചും ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ അറിയുന്ന, ഞാൻ അനുഭവിക്കുന്ന ദൈവത്തെയും കുറിച്ച് എനിക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കുക. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രഘോഷണം, അല്ലെങ്കിൽ ദൈവ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സന്ദർഭം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് നേരിട്ട അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞു കൊടുക്കുവാനായിട്ട്, സാക്ഷ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നിത്യസത്യങ്ങളെ കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഈ കോഴ്സിലൂടെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവ സ്നേഹം എന്താണെന്നും എങ്ങനെയായിരുന്നുവെന്നും എങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കും. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് ദൂരീകരിക്കേണ്ടത്, എങ്ങനെയാണ് അതൊക്കെ നമ്മിൽ നിന്ന് ദൂരീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതിനുള്ള നല്ലൊരു അവസരം നിങ്ങൾക്ക് മിസ്സിയോ ടീം ഒരുക്കിയിരിക്കുന്നു. അതിന് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി എല്ലാ സാന്നിധ്യവും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മിസ്സിയോ ടീമിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വലിയ പ്രേക്ഷിത ദൗത്യം ഭാരതത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനം എല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ എന്ന ദൈവത്തിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഉള്ള അവസരങ്ങളായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹം അനുഭവിച്ചറിയുന്ന ഞങ്ങള് ആ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട്, പങ്കുവയ്ക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് പ്രാപ്തമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അനുനിമിഷം അങ്ങ് വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ സ്നേഹമൊന്നു മാത്രമാണല്ലോ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാനായിട്ട് ഓരോ ചുവടുവയ്പ്പിനും ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നത്. ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അങ്ങയുടെ എളിയ പ്രേക്ഷിതരായിട്ട് അങ്ങ് മാറ്റണമേ. വിശ്വാസ പരിശീലകരും വിശ്വാസം പ്രഘോഷിക്കുന്നവരുമായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് മാറ്റണമേ. അതിനായി കൂടുതൽ വിശ്വാസവും ദൈവസ്നേഹവും ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒത്തിരി ഒത്തിരി നന്ദി. യാത്രയുടെ ഇടയിലും ഓടിക്കേറിയതിനും ഞങ്ങളുടെ കൂടെ ആയിരുന്നതിനും താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അങ്ങയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. അച്ഛനുണ്ടായ ആക്സിഡന്റിൽ ദൈവം ദൂതനെ അയച്ച് ജീവൻ രക്ഷിച്ച ആ ദൈവ സ്നേഹത്തെ ഞങ്ങൾക്കായി വിവരിച്ചു തന്നതിന് വളരെ നന്ദി അച്ഛ. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം എന്ന് ചിന്തിക്കുവാനായുള്ള ഒരവസരവും തന്ന അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി. സമാപന ഗാനം ആലപിക്കുന്നതിന് ജെയിൻ ജോണിനെ ക്ഷണിക്കുന്നു. നന്ദിയോടെ ഞാൻ
സ്തുതി പാടിടും എന്റെ സ്നേഹതാതാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ സ്നേഹതാതാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.